സംസ്ഥാനത്ത് ലഹരി ഉപയോഗത്തിനെതിരെ പലതരത്തിലുള്ള ക്യാമ്പയിനിങ് നടത്തുന്നുണ്ട്. പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ UDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഒരു പ്രചരണം നടത്തുകയാണ്. കുട്ടികളെയും യാത്രക്കാരുൾപ്പെടെയുള്ള ആളുകളെയാണ് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. അവർക്ക് നോട്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ബോധവൽക്കരണം സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നടത്തുന്നത്. നമ്മൾ ഇതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഈ കുട്ടികളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഞങ്ങളുടെ UDFൻ്റെ കൗൺസിലർമാരെല്ലാം സത്യം പറഞ്ഞാൽ വലിയ സങ്കടം തോന്നുകയാണ്. ഈ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ മയക്കുമരുന്ന് ലഹരി മാഫിയ ഇവിടെ അരങ്ങുവാഴുകയാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി കൗൺസിലിൽ ഞാനും പ്രതിപക്ഷ നേതാവ് ജാസിംകുട്ടിയും ഈ UDF കൗൺസിലർമാരെല്ലാം വളരെ ശക്തമായി പറയുന്നു, ഇത്തരത്തിലുള്ള ഈ മാഫിയയുടെ വിളയാട്ടം ഇവിടെ അവസാനിപ്പിക്കണം. പക്ഷേ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇത് ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുകളത്തെ റൂമുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അവിടെല്ലാം ഈ പറയുന്നത് പോലെ മയക്കുമരുന്നിൻ്റെ കച്ചവടം നടക്കുന്നു. ലഹരി മാഫിയ അവിടെ കയറി കുട്ടികളെ, ആൺകുട്ടികളും പെൺകുട്ടികളെയും എല്ലാം അവിടെയൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ അവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ നമുക്ക് സഹിക്കുവാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ഒരു SI ഒരു നിയമപാലകനെ ഇവിടെ അതിക്രൂരമായി തല്ലിച്ചതച്ചു. എത്രയോ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പല സ്കൂളുകളിൽ നിന്നും 2-3 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ വന്ന് തമ്മി തല്ലുകയാണ്. ഇതിൻ്റെ എല്ലാം പുറകിൽ ഈ മയക്കുമരുന്നിൻ്റെ ഒരു നീരാളിപ്പിടുത്തമുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് കണ്ടു നിൽക്കുവാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് ഒരു ബോധവൽക്കരണം ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഈ കച്ചവടക്കാർക്കും എല്ലാം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഞങ്ങൾ ഈ ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുന്നത്. UDFൻ്റെ കൗൺസിലർമാരെല്ലാം ഉണ്ട് ഈ ക്യാമ്പയിനിൽ. വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഈ ക്യാമ്പയിൻ വാർഡുകളിലേക്ക് വ്യാപിപ്പിക്കും. അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിലേക്ക് വ്യാപിപ്പിക്കും. ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഈ പിഞ്ചു കുഞ്ഞുങ്ങളെല്ലാം ഇത്തരത്തിൽ ഉപദ്രവിക്കുന്ന ഈ മാഫിയക്കെതിരെയുള്ള പോരാട്ടം നടത്തുവാൻ നഗരസഭാ അധികാരികളും പോലീസും തയ്യാറാകുന്നില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ പോകും. എന്തായാലും പത്തനംതിട്ടയിൽ നിന്ന് ലഹരി മുക്തമാക്കുമെന്നാണ് ഇവർ എന്തായാലും പറയുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇത്തരം ക്യാമ്പയിനുകളൊക്കെ ആവശ്യമല്ലേ? അതെ, തീർച്ചയായും. യുവതലമുറ വലിയ രീതിയിൽ ഇത്തരം ലഹരികൾക്ക് അഡിക്റ്റ് ആവുന്നത് വലിയ ആപത്താണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ ഇതിനെതിരെ വീട്ടിലൊക്കെ സംസാരിക്കുകയോ സുഹൃത്തുക്കളോടൊക്കെ പറയാറുണ്ടോ? പറയാറുണ്ട്. പൂർണ്ണമായിട്ട് ഈ ലഹരിയൊക്കെ തുടച്ച് നിൽക്കപ്പെടേണ്ടെന്നല്ലേ? അതെ. എടാ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കാരണം ഏറ്റവും കൂടുതൽ ഈ കേസുകളിലൊക്കെ പിടിക്കപ്പെടുമ്പോൾ ആമ്പിള്ളേർക്കെതിരെയാണ് കുറ്റങ്ങൾ പലപ്പോഴും വരാറുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെതിരെ എന്താ ചെയ്യേണ്ടത് ശരിക്കും? നമ്മളെന്താ ഒന്നും ഉപയോഗിക്കാതിരിക്കുക, പഠിക്കുക, ജീവിതം രക്ഷപ്പെടും. അതേ ഉള്ളൂ. സേ നോ ടു ഡ്രഗ്സ്. ഞങ്ങൾ UDF കൗൺസിലർമാർ പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തെ സംരക്ഷിച്ച് നിർത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് സൂചിപ്പിച്ചു. ഭരണസമിതിയുടെ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഞങ്ങളിവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് വളരെ സ്വാഗതാർഹമായ സമീപനമാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത്തരത്തിലുള്ള പരിപാടികൾ ഞങ്ങൾ ഇനിയും നിരന്തരമായി ചെയ്യുവാൻ പോവുകയാണ്. പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന ഒരിടമാണ് നഗരസഭ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സാമൂഹ്യ തിന്മകൾ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ഇത് അമർച്ച ചെയ്താൽ ജില്ലയുടെ പല ഭാഗങ്ങളും നമുക്കിത് അമർച്ച ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് നിരന്തരമായ ക്യാമ്പയിനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾക്കാണ് മുന്നോട്ട് പോയി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ലഹരിക്കെതിരെയുള്ള പ്രചരണത്തിന് ഞങ്ങൾ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇപ്പം കേരള മനസാക്ഷ്യം മരവിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പം ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നേരം വെളുക്കുന്നത് അച്ഛൻ്റെ കഴുത്ത് വെട്ടി, അമ്മയുടെ കഴുത്തറുത്തു, സഹപാഠികളെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തി, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കേട്ട് മനസ്സ് മരവിപ്പിച്ചിരിക്കും. ഇപ്പോൾ ഞങ്ങളിന്ന് ഞങ്ങളുടെ നഗരസഭയുടെ അധീനതയിലുള്ള പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നു. നിരന്തരം ഇനി ഈ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ലഹരിക്കെതിരെ പോരാടാനായിട്ടാണ് നഗരസഭയിലെ UDF കൗൺസിലർമാരുടെ തീരുമാനം. തുടർ പ്രവർത്തനങ്ങളുണ്ടാകും. ബോധവൽക്കരണമാണ് ഫസ്റ്റ് ഉദ്ദേശിക്കുന്നത്. അതും കുട്ടികളെ, വളർന്നു വരുന്ന യുവതലമുറകൾക്ക്, കുട്ടികൾക്ക് നമ്മൾ ബോധവൽക്കരണം കൊടുത്തുകൊണ്ട് അവരെ നേരായ 100 പേർക്ക് ബോധവൽക്കരണം കൊടുക്കുമ്പോൾ 10 കുഞ്ഞുങ്ങളെങ്കിലും നമുക്ക് നേരായ വഴി കൊണ്ടുവരാമെന്ന് വിശ്വസിക്കുന്നു. ലഹരിയോട് വിട പറയുക, അതുതന്നെയാണ് നമുക്ക് വേണ്ടത്. എന്തായാലും വലിയ ക്യാമ്പയിനാണ് UDFൻ്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടക്കുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് ഇത്തരം ബോധവൽക്കരണം നടത്തിയത്. വിദ്യാർത്ഥികളും പറയുന്നത് തന്നെയാണ്, ലഹരി വേണ്ട, അതുകൊണ്ട് നമുക്കൊരു കാര്യവുമില്ലെന്ന് അവർ പറയുന്നു. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം വിജയശങ്കർ, 24 പത്തനംതിട്ട.